ഹായ് എവ്രി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാരി സ്റ്റേസ് കാസൽ. നന്ദു പാറു സ്കൂൾ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനും ജോലി കഴിഞ്ഞ് വന്നു. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള അംഗം വെട്ടൽ കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ ശരിക്കുള്ള അംഗം വെട്ടാൻ പോവുകയാണ്. എവിടേക്കാന്നല്ലേ, നന്ദുവിന് കളരി ക്ലാസ് ഉണ്ട്. അപ്പം ഞാൻ രാവിലെ തന്നെ പോകുമ്പോഴത്തേക്കും പറയും കളരി ക്ലാസ് ഉണ്ട്, വൈകുന്നേരം വരുമ്പോഴത്തേക്ക് റെഡി ആയിരുന്നോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അധികം സമയം കളയാതെ തന്നെ നന്ദു വേഗം തന്നെ വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി മുടിയൊക്കെ ഒതുക്കി കെട്ടിയിട്ട് ഞാൻ വരുന്നത് വേണ്ടി കാത്തിരിപ്പാണ്. കാരണം കളരി ക്ലാസ്സിന് പോകാൻ ഇഷ്ടമാണ്. കാരണം കൂടെ ഒരു കൂട്ടുകാരിയുണ്ട്. അപ്പം അതിൻ്റെ കൂടെ കളരിക്ക് പോകാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വരുന്നതിന് വേണ്ടി കാത്തിരിക്കും. ഞാൻ വരുമ്പോഴത്തേക്ക് 5 മണിയാവും. കളരി ക്ലാസ്സും മിക്കപ്പോഴും 5 മണിക്ക് തന്നെയാണ്. പക്ഷെ 5 മിനിറ്റ് ലേറ്റ് ആയാലും സാരമില്ലെന്ന് വെച്ച് ഞാൻ വേഗം തന്നെ വന്ന് ബാഗൊക്കെ അകത്തേക്ക് എടുത്ത് വെച്ച് ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ഉടനെ തന്നെ ഇറങ്ങായി. അപ്പം നമ്മൾ നോർമലി കളരി ക്ലാസ് കണ്ടിരിക്കുന്ന മണ്ണിൻ്റെ തറയുള്ള ക്ലാസ്സുകളല്ലേ, പക്ഷെ ഇവിടെ മണ്ണിൻ്റെ തറയല്ല, ടൈൽസ് ഇട്ട തറയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ യോഗ മാറ്റും കൊണ്ട് പോകുന്നത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ട് ഒന്നും തന്നെ പഠിച്ചിട്ടില്ല കേട്ടോ. ഡാൻസോ പാട്ടോ അങ്ങനെ ഒന്നും എനിക്കെന്തോ അന്ന് അതിനോടുള്ള ഇഷ്ടം തോന്നിയിരുന്നില്ല. എൻ്റെ അമ്മ എന്നെ ഡാൻസ് പഠിപ്പിക്കാൻ നോക്കിയെങ്കിലും അതൊന്നും നടന്നില്ല. പക്ഷെ അതിനോടുള്ളൊരു ഇഷ്ടം വന്നു തുടങ്ങിയപ്പോഴേക്കും സാഹചര്യങ്ങൾ എനിക്കെതിരായിപ്പോയി. അപ്പോൾ ഒന്നും പഠിക്കാൻ സാധിച്ചില്ല. അപ്പോൾ എനിക്ക് മക്കളുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മക്കളെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ നന്ദുവിന് ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർത്തത്. അപ്പോൾ ഓൺ ഗോഡ്സ് ഗ്രേസ് നന്ദുവിന് ഡാൻസിനോടുള്ള ഒരു ഇഷ്ടമുണ്ട്. അങ്ങനെ അവൾ ഡാൻസിനൊക്കെ ചേർന്ന് 2 കലോത്സവത്തിനൊക്കെ പോവുകയൊക്കെ ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ഇന്നത്തെ നമ്മൾ സാഹചര്യങ്ങൾ നമ്മൾ പത്രത്തിലൊക്കെ ഓരോ വാർത്തകളൊക്കെ എന്തോരോ കേൾക്കുന്നത്, ഒരു നമുക്ക് ആസ് എ മദർ നമുക്ക് ഒരിക്കലും മനസ്സമാധാനം ഉണ്ടാവുന്നില്ല അല്ലേ. അപ്പോൾ അവർ സെൽഫ് ഡിഫെൻസിനായിട്ട് എന്തെങ്കിലും പഠിപ്പിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കരാട്ടെ ക്ലാസ്സിന് ചേർത്തു. കരാട്ടെ ക്ലാസ്സിൽ നന്ദു പോയി. കരാട്ടയ്ക്ക് യെല്ലോ ബെൽറ്റും കിട്ടി, ഓറഞ്ച് ബെൽറ്റും കിട്ടാറായപ്പോഴത്തേക്ക് തൊട്ട് നന്ദുവിന് ആ ക്ലാസ്സിൽ പോകാൻ ഒട്ടും ഇഷ്ടമില്ല. എന്തോ അങ്ങനെ ഓരോ ലെയിം റീസൺസ് ഒക്കെ പറയാൻ തുടങ്ങി. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവൾ ക്ലാസ്സിൽ പോകുന്ന ഒഴിവാക്കുന്നു. അങ്ങനെയൊക്കെ 1-2 ക്ലാസ്സൊക്കെ നിർബന്ധിച്ചു കൊണ്ടുപോയി. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനങ്ങ് നിർബന്ധിച്ചു കൊണ്ടുപോകുന്നത്, കാരണം അവൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന ഡാൻസ് ക്ലാസ്സിൽ അവൾക്ക് പോകണതിന് ഒരു മടിയില്ല. പക്ഷെ ഇതിന് പോകാൻ ഭയങ്കര മടി. അങ്ങനെ ഞാൻ പിന്നെ അവസാനം നിർബന്ധിക്കാതെയായി ആ കരാട്ടെ ക്ലാസ്സിൽ പോക്കങ്ങ് നിന്നു. കരാട്ടെ ക്ലാസ്സിൽ നിന്ന് കുറച്ച് അങ്ങനെ ഒന്നും പഠിക്കാതെ ഇരുന്നപ്പോഴേക്കുമാണ് ഞാൻ കുറേ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കളരി ക്ലാസ് കിട്ടിയത്. അങ്ങനെ പിന്നെ ഈ കളരി ക്ലാസ്സിൽ വിടാൻ തുടങ്ങി. ഇവിടെയും ഇവളുടെ കൂട്ടുകാരി, നന്ദുവിൻ്റെ കൂട്ടുകാരി ഒരു കുട്ടിയും കൂടി വരുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂടെ കളരിക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അതും പഠിപ്പിക്കാൻ കിട്ടിയത് നല്ലൊരു സാറിനെയും കൂടി കിട്ടിയോണ്ട് പിന്നെ സമാധാനമായി. പുള്ളിക്ക് നല്ല ഇതിനെക്കുറിച്ച് നല്ല അറിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നല്ലോണം പഠിപ്പിക്കുകയും ചെയ്യും. ഞാൻ വണ്ടി എടുത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പം തന്നെ പാറുവിന് എൻ്റെ കൂടെ എവിടെയായാലും വനം. അത് എവിടെയായാലും വേണ്ടില്ല, അവൾ വണ്ടിയിൽ ചാടിക്കയറും. എവിടെയാണെന്ന് എന്താണെന്ന് ഒന്നും പറയണ്ട. ആദ്യമൊക്കെ ജോലിക്ക് പോകുമ്പോഴും കിടന്ന് കരച്ചിലായിരുന്നു. പിന്നെ അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു മാറ്റം വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ അത് കുഴപ്പമില്ല. അപ്പം അങ്ങനെ കളരി ക്ലാസ്സിന് അവിടെ കൊതുകുകടിയും കൊണ്ട് 1-1.5 മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് മഴയും പെയ്തു. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മഴ വരുമല്ലോ. അങ്ങനെ മഴയും പെയ്തു. അതെല്ലാം കഴിഞ്ഞായിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും വിളക്ക് കത്തിക്കാറായി. പിന്നെ അമ്മ വിളക്ക് കത്തിച്ചു. വിളക്ക് കത്തിച്ചപ്പോഴത്തേക്ക് അമ്മ ഈ റാഗിപ്പൊടി വെച്ച് അട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നു. പക്ഷേ ഈ റാഗിപ്പൊടിയുടെ ഒരു ചെറിയൊരു തരിതരിപ്പ് പോലെ വായിൽ വരുന്നുണ്ടായിരുന്നു. അത് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദുവിനും പാറുവിനും ഹോം വർക്ക്സ് ഉണ്ടായിരുന്നു. ഈ ഹോം വർക്ക് എടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. വീഡിയോ എടുക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് പാറുവിന് എന്തെന്നില്ലാത്ത ആക്ഷൻസും ചിരിയും പാട്ടും തമാശകളും പുന്നാരിക്കലും ഒക്കെ ആയിരുന്നു. അതല്ലാതെ പാറുവിൻ്റെ ഹോംവർക്ക് ഒരുവിധം ഒതുക്കി കഴിഞ്ഞിട്ട് നന്ദുവിൻ്റെ അടുത്ത് വന്നിരിപ്പായി ഹോംവർക്ക് ചെയ്യുന്നത് നോക്കിക്കൊണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹെൽപ്പൊക്കെ ചെയ്യാനായിട്ട്. നന്ദുവിൻ്റെ കൂടെ അങ്ങനെ ഹോംവർക്കിനായിട്ട് നമ്മൾ ഫുൾ ടൈം അങ്ങനെ ഇരിക്കണമെന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ചോദിക്കുന്നത് പറഞ്ഞു കൊടുത്താൽ മതി. അവൾ ദൈവം സഹായിച്ച് ചെയ്തോളും. പക്ഷെ പാറു അങ്ങനെയല്ല. പാറുവിന് നമ്മളൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തല തിരിച്ചു കഴിഞ്ഞാൽ അവൾ അപ്പം തന്നെ ഓടി എങ്ങോട്ടെങ്കിലും പോകും. ഇല്ലെങ്കിൽ ഹോംവർക്ക് എഴുതില്ല, ഇല്ലെങ്കിൽ അവിടെയൊക്കെ കുത്തിവരച്ചിടും. അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ കൂടെ ഇരുന്നേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര മടി എഴുതാനായിട്ട്. കുറുമ്പാണ്. അപ്പോഴേക്കും 100 ചോദ്യങ്ങളും തമാശകളും ഡൗട്ടുകളൊക്കെയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നതിൻ്റെ കൂടെ വീണ്ടും വന്നേക്കാണ് എനിക്കൊരു പാട്ട് പാടണമെന്നും പറഞ്ഞു. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.